ഇപ്പൊ അങ്ങനെ വരുന്നില്ല. ഒരാനക്കലഹം നടന്നതിന്റെ 50-ാം നാൾ അല്ലേ? പല അഭിപ്രായങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് കാണാണ്ട്. കാരണം അത്ര അടുത്തല്ലേ. ആ മാസം റബീഉൽ അവ്വൽ മാസമായിരുന്നുവെന്ന് ചരിത്രം കുറിക്കുന്ന മിക്ക ആളുകൾക്കും അറിയാം. ഹദീസുകൾ സ്ഥിരപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് പ്രമാണങ്ങൾ വ്യാപകമായതിന്റെ ശേഷം ഇക്കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഇവിടെ ഒരു ചെറിയ മോശപ്പെട്ടൊരു വഴക്കം സാധാരണ നിലനിന്ന് വരുന്നുണ്ട്. ഏത് വിഷയത്തിലുണ്ടാവും അഭിപ്രായ വ്യത്യാസം. കിതാബിൽ നോക്കിയാൽ, ചരിത്ര വിഷയങ്ങൾ നോക്കിയാൽ എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം. ഇത് അധികം എന്താണെന്നറിയുന്നത്, പ്രമാണങ്ങൾ ലഭിക്കും മുൻപ്, പ്രമാണവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നതിന് മുൻപ് ആരൊക്കെയോ പറഞ്ഞ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾ പണ്ടൊരാൾ പറഞ്ഞു പോയാൽ അത് പിന്നെ കിതാബിൽ കൊടുക്കും. ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് തീലാന്നോ കാലാന്നോ പറഞ്ഞിട്ട് ആ അഭിപ്രായം കൊടുക്കും. പക്ഷേ ഈ ആൾ ഇവിടെ നിരൂപണം നടന്നതിന്റെ ശേഷമുള്ള ആളല്ല, അതിൻ്റെ മുമ്പത്തെ ആളാണ്. 4 മദ്ഹബുകൾ കോടീകൃതമായതിന്റെ ശേഷം ആ മദ്ഹബുകൾ അറിയാത്ത ആളുകളും ആ മദ്ഹബുകളുടെ നിരൂപണങ്ങൾ കേൾക്കാത്ത ആളുകളും എത്രയോ മദ്ഹബിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ നമ്മൾ മുബ്തദി എന്ന് പറയാറില്ലല്ലോ. ഇജ്മാഇന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ട്. വലിയ വലിയ ചില മഹാന്മാരുടെ ഇടയിൽ അഭിപ്രായത്തെ നോക്കി നിങ്ങൾ ചെറിയ കാര്യത്തിൽ തുടങ്ങിയാൽ കുറച്ച് പോകും. നേരം വെളുത്തിട്ട് നോമ്പുകാരന് ചായ കുടിക്കാം, സൂര്യോദയം വരെ ചായ കുടിക്കാം. ഒരഭിപ്രായം, സൂര്യോദയം വരെ ചായ കുടിക്കാമെന്ന്. എന്നാൽ ഒരുവിധ ആൾക്കാർക്ക് ശ്വാസം മുട്ടർക്കൊക്കെ നല്ല സുഖ. ആകെ രാവിലത്തെ ഒരു ചായക്കും വേണ്ടിയിട്ട് നോമ്പ് മുറിച്ചുന്ന ഒരുപാട് ശ്വാസം മുട്ടേരുണ്ട്. രാവിലത്തെ ഒരു ചായ കിട്ടിയാൽ അന്ന് പിന്നെ അങ്ങനെ റെയിൽമ കയറും. നന്ന രാവിലത്തെ ആ ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ അത് മുടങ്ങണീൻ്റെ പേരിൽ മാത്രം നോമ്പ് മുറിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാർക്കൊക്കെ സൂര്യൻ ഉദിക്കുന്നത് വരെ ചായ കുടിക്കാൻ ചോറ് കഴിക്കാന്ന് കിട്ടിയാൽ നല്ല സുഖല്ലേ. അങ്ങനെ അഭിപ്രായപ്പെട്ടവർ വലിയവരാണ്. പക്ഷെ ആ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അത് അനുകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇജ്മാഇന് വിരുദ്ധമാണത്. ലക്ഷ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ കാര്യകാരണ സഹിതം സമർത്ഥിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് റെഡി വന്നിട്ട് നോമ്പിന്റെ മസാല കോടീകൃതമായപ്പോ പിന്നെ ഈ അഭിപ്രായത്തിന് വിലയില്ല. അപ്പൊ ഇത്തരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ കാണും. ഈ അർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ജന്നത്തെക്കുറിച്ച് ആരെങ്കിലും പണ്ട് ഏതോ മാസം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ റബീഉൽ അവ്വൽ 12-നാകുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതായിട്ടുണ്ട്. പ്രചാരപ്പെട്ട അഭിപ്രായം അതായതുകൊണ്ട് പ്രഗത്ഭരായ ഇമാമുകളൊക്കെ അത് സ്ഥിരീകരിച്ചതുകൊണ്ട് റബീഉൽ അവ്വലിലെ ചില തീയതികൾ മാറ്റി പറഞ്ഞവർ പ്രഗത്ഭർ തന്നെയുണ്ട്. എന്നാൽ പോലും റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞതിന് മാറ്റം എന്നാലും വരൂല. റബീഉൽ അവ്വൽ അല്ലാത്ത മാസം എന്ന് പറഞ്ഞത് വളരെ ബാലിശവും ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടേണ്ടതുമാണെന്ന് തന്നെയാണ് നമ്മുടെ ഇമാമികൾ വിവരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റബീഉൽ അവ്വലിലാണ് ഈ കതിരോൻ അല്ലാഹു തആല ജന്മം നൽകിയത്, ഉദിപ്പിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു ബന്ധികേടുമില്ല. റബീഉൽ അവ്വൽ 12-നാകുന്നുവെന്ന് നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇമാമുകൾ സമർത്ഥിച്ചിരിക്കെ ഒരു ചരിത്ര സത്യത്തിന് ആവശ്യമായ ബലപ്പെട്ട തെളിവുകൾ കൊണ്ട് തന്നെ തെളിഞ്ഞിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയായിരിക്കെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ ജനിച്ചു വന്ന മങ്കൂസ് മൗലിദിന്റെ എതിരിൽ വേറെ കോടാലിയൊന്നും എടുക്കണ്ട, കത്തിയൊന്നുമായിട്ട് വരണ്ട. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ആദരവായ നബിയുടെ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി പടച്ചു. ഖബ്ല ഖൽഖിൽ ആലമി, ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് നബിയുടെ ഒളിവിനെ പടച്ചു. വസമ്മാഹു മുഹമ്മദാ, ആ ഒളിവിനിക്ക് അല്ലാഹു മുഹമ്മദ് എന്ന് നാമകരണം നടത്തുകയും ചെയ്തു എന്ന്. ഇത് പറഞ്ഞപ്പോഴും ലോക സൃഷ്ടിപ്പ് ഖുർആനെതിരെ ഹദീസുകൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ഒരു കള്ളക്കഥയും, അടിസ്ഥാനരഹിതമായ കള്ളക്കഥ മാത്രമല്ല ഖുർആൻ പറഞ്ഞതിനെതിരെ ഹദീസുകൾ എള്ളിനെതിരെ. എന്ത്? നബിയുടെ ഒളിവിനെയാണ് അല്ലാഹു എല്ലാ വസ്തുക്കൾക്കും ലോകത്തെ തന്നെ പ്രപഞ്ചത്തെ തന്നെ പടക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചത് എന്നത്. എന്നിട്ട് ആ ഒളിവിന് മുഹമ്മദ് എന്ന് പേര് വെച്ചു എന്നതും കള്ളക്കഥയാണ് എന്ന് മാത്രമല്ല അടിസ്ഥാനരഹിതമായ കള്ളക്കഥയാണെന്നതിന്റെ പുറമെ ഖുർആൻ സുന്നത്ത് എന്ന പ്രമാണങ്ങൾക്ക് വിരുദ്ധവുമാണ്. എവിടെയാണ് ഇവര്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഒളിവിനെയാണ് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് എന്നത് ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യമാണ്. നബി തന്നെ വിവരിച്ചിട്ടുള്ള വാക്യം. നബി തന്നെ വിവരിച്ചിട്ടുള്ള ആ വാക്യം ഹാഫിദ് അബ്ദുർ റസാഖ് എന്നവർ തന്റെ മുസന്നഫിൽ വളരെ വ്യക്തമായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ
ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയായി വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്, എൻ്റെ നൂറാണ് അല്ലാഹു തആല ആദ്യം പടച്ചത് എന്ന്. ലോകത്തിൽ ആദ്യം പടച്ചത് ഏത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, ജാബിർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളുടെ കൂട്ടത്തിൽ ജാബിറിന്റെ മിക്ക ഹദീസുകളും റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെയുണ്ടല്ലോ ചില സ്വഹാബികൾ ഈ ലെവലിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്തരം കഥകളൊക്കെ തീർത്തും പോകുമായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു മിക്കപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നബി തങ്ങളുടെ ശരീരത്തിൻ്റെയും ആകാരത്തിൻ്റെയും നബിയുടെ അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഅ്ജിസത്തുകൾ സംബന്ധിച്ചും ആ വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഇവിടെയും അദ്ദേഹം ചോദിക്കുന്നത്, ലോകം സൃഷ്ടിക്കും മുൻപ് ആദ്യം ലോകത്തിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു തുടങ്ങിയത് എങ്ങനെയെന്ന്. നമ്മൾ ലോകരെല്ലാവരും കൂടി ബൈബിളിൻ്റെ ഒപ്പം പോവുക. ബൈബിള് മലയാളത്തിന് വന്നു നോക്കുമ്പോൾ എല്ലാവർക്കും ആദിയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു അതിനോടൊത്തൊന്നും തുടങ്ങിയാൽ പറ്റൂല. ഇസ്ലാമിന് ഒരുപാട് തിരുത്തുകളുണ്ട്. ലോകത്തുണ്ടായ ചരിത്രങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതായ കള്ളച്ചരിത്രങ്ങൾക്കെതിരെ ഒരുപടി തിരുത്തുകൾ പരിശുദ്ധ ഇസ്ലാമിന് നൽകാനുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു തിരുത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഒളിവാണ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടി എന്നത്. ഇതിനെതിരായിട്ടുള്ള ഒരു ഹദീസുമില്ല. ഇതിനെതിരായി ഉന്നയിക്കപ്പെടുന്ന ഹദീസുകളിലൊക്കെയും ഇത് സമ്മതിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അർശിനെ പടച്ചു എന്ന് കാണാം, ലൗഹിനെ പടച്ചു എന്ന് കാണാം, കലമിനെ പടച്ചു എന്ന് കാണാം. ആ കലമിന്റെയും അർശിന്റെയും ലൗഹിന്റെയും സൃഷ്ടിപ്പൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ മൊത്തമായി ഏതെങ്കിലും ഹദീസിൽ പറഞ്ഞ സൃഷ്ടിപ്പിനെ വിശദമായി വിവരിച്ചുകൊണ്ട് ക്രമപ്രവൃദ്ധമായി വിവരിച്ചു തരുന്ന സൃഷ്ടിപ്പിന്റെ ആ രീതി ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലാണ് കാണാൻ കഴിയുന്നത്. ആ ഹദീസുമായി സംബന്ധിപ്പിച്ച് മറ്റുള്ളതിനെ എല്ലാം വിലയിരുത്തണം. ചരിത്ര നിരൂപകന്മാർ, ഹദീസ് നിരൂപകന്മാർ എല്ലാവരും ആ ശീലിച്ചിട്ടുള്ളൂ. കാരണം എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നറിയുമ്പോൾ ആദ്യത്തെ സൃഷ്ടി അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ നൂറാകുന്നു എന്ന് ആരംഭ നബിതങ്ങൾ. പിന്നെ ഈ നൂറിനെ ചൊല്ലിയാണ്. ഈ നൂറ് പിന്നെ ആദം നബിന്റെ മുതുകിൽ വെച്ചു, ഇബ്രാഹിം നബിന്റെ മുതുകിൽ വെച്ചു, നൂഹ് നബിന്റെ മുതുകിൽ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രകാശം എങ്ങനെയാ മുതുകിൽ? ഇതൊക്കെ ആലോചിക്കണം. എന്ത് പ്രകാശാന്ന് എഴുതിയിട്ടാ ഇത്? എന്താ വിചാരിച്ച ട്യൂബ്ലൈറ്റാണ്. ഈ ട്യൂബ്ലൈറ്റ് കൊണ്ടേറ്റ് അള്ളാഹു റസൂലിന്റെ നൂറ് എന്ന് പറയുന്നത്, റസൂലുള്ളാന്റെ നൂറ് എന്നതൊരു ബഹുമാനപൂർവ്വമുള്ള ഉപയോഗമാണ്. സംഗതി തിരിയാത്ത ദിവ്യമായിട്ടുള്ള എല്ലാ സംഗതികൾക്കും നൂറ് എന്നാ പറയാ. ഒളിവ് എന്നാ അതിന് സാധാരണ മാപ്പിള ഭാഷ. അതിനാ പണ്ടത്തെ മൂല്യന്മാർ നിങ്ങളെ പ്രകാശമൊന്നും വെക്കാത്തത്. വൗജദ നൂറഹു, നബിയുടെ ഒളിവിനെ എന്നല്ലേ. ഒളിവ് എന്ന് വെച്ചാൽ ഒരു സംശയം വരൂല. ആരംഭ നബിന്റെ ഒളിവ് എന്നാണെങ്കിലോ ആ ഒളിവ് അതിനൊക്കെ പറ്റിയ വാക്ക. ഹഖീഖത്ത് മുഹമ്മദിയ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ വേണ്ട പരമസത്യം എന്താണോ ആ പരമസത്യം, അവിടുത്തെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ബീജം എന്താണോ ആ ബീജം, അവിടുത്തെ ബീജത്തിന്റെ അടിസ്ഥാന കണം എന്താണോ ആ കണം. ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീമാമൻ ഇലൽ മാലിയാൽ. ഐനു ഐനിൻ ഐനു ഹഖ്, ഇവിടെയുള്ള വസ്തുക്കളുടെ എല്ലാം ഉണ്മക്കടിസ്ഥാനമായിരിക്കുന്ന ഒരു കണം. അക്കണത്തിൽ നിന്ന് വേണം ബാക്കി വസ്തുക്കളൊക്കെ ഉണ്ടാകാൻ. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രീതി. ഇവിടെ തെങ്ങ് എന്ന് പറഞ്ഞൊരു സാധനം അള്ളാഹു താല നിലനിർത്തുന്നുണ്ടല്ലോ. എങ്ങനെയാണ് തെങ്ങിന്റെ സൃഷ്ടിപ്പ് അള്ളാഹ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്? നമ്മൾ മുറ്റത്ത് തൈ വെച്ചിട്ട് ആ തൈ കൊണ്ട് ഉണ്ടായിത്തീരുന്ന തെയ്യ് വളർത്തിയതും സൃഷ്ടിച്ചതും അള്ളയാന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ അള്ളയാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ സംവിധാനത്തിലാണ് അള്ളാഹു താലാന്റെ സൃഷ്ടിപ്പ്. ഇനി അള്ളാഹു ഹയാത്താക്കുന്നു നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നേരത്ത് പല നിലയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഈ വസ്തുക്കളിലൊന്നും ചിന്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ചിലപ്പോൾ അള്ളാഹുവിന്റെ വ്യവസ്ഥിതി പോലും മനസ്സിലാക്കാതെ വരും. ആഖിറത്തിലെ വിശ്വാസവും തകരും. നമ്മളിലൊരാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടിക്കാലം കഴിഞ്ഞ് പല ദശകൾ പിന്നിടുമ്പോൾ ഏതെല്ലാം രൂപം വരുന്നത്. ഇപ്പൊ കാലില്ലാത്ത മഅദനി നമ്മൾ ആലോചിക്കുക. മഅദനി അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ പോലുള്ള ബുദ്ധിമുട്ടും പീഡനവും അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു തആല മോചനം നൽകുമാറാവട്ടെ.